അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് ഒരു 3/4 കിലോ ചിക്കനിലേക്ക് ഒരു 2-3 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, ഞാൻ എരിവില്ലാത്ത കാന്താരി മുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് മുഴുവനോടെ, പിന്നെ പുതിനയിലയും മല്ലിയിലയും വേണം, എനിക്ക് മല്ലിയില ഇല്ലാത്തതും കൊണ്ട് ഇട്ടില്ല എന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകം ഒരു നുള്ള്, പിന്നെ വലിയ ജീരകം ഒരു നുള്ള്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 2-3 കാഷ്യൂനട്ട്, ഒരു കഷ്ണം നാരങ്ങയുടെ നീരില്ലെങ്കിൽ കുഴപ്പമില്ല, 2 സ്പൂൺ തൈര് ചേർത്താൽ മതി. കറിവേപ്പിലയും ചേർത്ത് മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, വെള്ളമില്ലാതെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ മസാലേനെ നന്നായിട്ട് ചിക്കനിൽ തിരുമ്മി അങ്ങ് പിടിപ്പിച്ചേക്കാം കേട്ടോ. നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ച്, നല്ല വൃത്തിയായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, എനിക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മുഴുവൻ മസാല, ഗരം മസാല മുഴുവനോടെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കൊത്തി അരിഞ്ഞ സവാള നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായി ഒന്ന് വഴണ്ട, ഒരു ബ്രൗൺ കളറൊന്ന് വരണം കേട്ടോ. അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പെരട്ടി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് നടത്തിക്കുക. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി നമ്മുടെ ചിക്കനിൽ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്യുക, ലോ ഫ്ലെയിമിൽ. ഇത് വേവില്ലേ? ഇത് വേവില്ലേ? അടച്ചു വെച്ചാൽ മതിയില്ലേ? അതാ ഞാൻ ചോദിച്ചാൽ ഇത് വേവില്ലേ? അടച്ചു കേട്ടോ. ചിക്കൻ കറി അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഷെയർ ആക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.